Good morning all. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലാസ് ആണ് നിങ്ങളുടെ എക്സാംസിന് വേണ്ടിയുള്ളത്. അപ്പം ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാൻ പോകുന്നത്. ആകെ നിങ്ങൾക്ക് ടോട്ടൽ ഒരു 5 ചാപ്റ്റേഴ്സ് വരും. അപ്പൊ അതിനെല്ലാം കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് എല്ലാ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പം വാട്ട് ഇസ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ആദ്യം വരുന്ന ഒരു ഡെഫിനിഷൻ. ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ്. അപ്പൊ ശാരീരികമായും മാനസികമായും എല്ലാമുള്ള ഒരു നല്ലതായിരിക്കുക എന്നുള്ളതാണ്. അപ്പം വെറുതെ അസുഖമില്ലാത്തൊരു സ്റ്റേറ്റ് മാത്രമല്ല, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെൽബീങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം 3 കാര്യങ്ങളുണ്ട് നമ്മുടെ ഹെൽത്തിനെ എന്തൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യാന്നുള്ളത്. അതിന് എന്തൊക്കെ കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിത രീതി, അതുപോലെ ചുറ്റുപാടുകൾ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയുണ്ടോ, പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, നമ്മുടെ ജീൻസിലുള്ളത്, അതായത് നമ്മൾ ജനിച്ച നമ്മുടെ പാരന്റ്സും നമുക്ക് ഇങ്ങോട്ട് പാസ് ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം എന്തൊക്കെയാണ്. അപ്പൊ പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ഹെൽത്ത് കെയർ, അതുപോലെ ടേർഷറി ഹെൽത്ത് കെയർ, അങ്ങനെ 3 രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം വരുന്നത്. ഇപ്പൊ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ PHCs, ഇത് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ്. നമുക്ക് ഇനിഷ്യലി ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ റെഫർ ചെയ്ത് ഒരു സെക്കൻഡറി ഹെൽത്ത് കെയർ, കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ റെഫർ ചെയ്യും. അതുപോലെ മൂന്നാമതായിട്ട് വീണ്ടും സീരിയസ് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ടേർഷറി ഹെൽത്ത് കെയറിലേക്ക് നമ്മൾ റെഫർ ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മുടെ നാട്ടിലുള്ളത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഹെൽത്ത് സിസ്റ്റംസ് ഇൻ ഇന്ത്യ? അതായത് നമ്മുടെ പോപ്പുലേഷൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നമ്മുടെ സോഷ്യൽ ട്രെൻഡ്സ്, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, അങ്ങനെ 3 കാര്യങ്ങൾ. അതിന് ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആ ചാപ്റ്ററിൽ. മെയിൻ പോയിന്റ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി ഹെൽത്ത് ഇൻഷുറൻസ്, ഇപ്പൊ ഇത്രയും നമ്മളെ ഹെൽത്തിനെ പറ്റി ജനറൽ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. അടുത്ത ഹെൽത്ത് ഇൻഷുറൻസിന്റെ എവല്യൂഷനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ഡേറ്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ESI 1948 സ്റ്റാർട്ട് ചെയ്തത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. അത് 1948 സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ് 1954 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് 1986 നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസ് ഒരു കമേഴ്ഷ്യൽ ഹെൽത്ത് പ്രോഡക്റ്റ് ആയിട്ട് മുന്നോട്ട് വരുന്നത് 1986. അപ്പോൾ ഇനിഷ്യലി അത് നാഷണലൈസ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2001 തൊട്ടാണ് പ്രൈവറ്റ് പ്ലെയേഴ്സ്, അത് പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസ് 2001 തൊട്ടാണ് വന്നത്. അപ്പം ഈ ഇയേഴ്സും ഈ ഫുൾ ഫോമും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ESI 1948, CGHS 1954, health insurance, the Mediclaim was introduced in 1986, private players 2001. അടുത്ത എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻലി അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, ഇന്റർമീഡിയറീസ്, അങ്ങനെ 3 ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസും കാര്യങ്ങളുമാണ്. ഹോസ്പിറ്റൽസും ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്രൈമറി ഹെൽത്ത്, സെക്കൻഡറി ഹെൽത്ത് കെയർ, ടേർഷറി ഹെൽത്ത് കെയർ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം അതിനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികളാണ്. ഇൻഷുറൻസ് കമ്പനികളുടെ കൂടെ തന്നെ അതിന്റെ ഇന്റർമീഡിയറീസും വരുന്നതാണ്. ഇന്റർമീഡിയറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏജന്റ്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ്. അങ്ങനെ ഈ ഹെൽത്ത് കെയറിനും ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിനും ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഈ ഇന്റർമീഡിയറീസ്. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഹോസ്പിറ്റൽസ്, ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, ഇൻഷുറൻസ് കമ്പനി, ഇന്റർമീഡിയറ്റ്സ്, ഏജന്റ്, ബ്രോക്കേഴ്സ്, TPA, അങ്ങനെ പലതുമാണ് ഇന്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
ഇനി ഹെൽത്ത് ഇൻഷുറൻസ് മാർക്കറ്റിലെ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസ് ജനറലി ഏതൊക്കെയാന്ന് നോക്കാം. IRDA എന്ന് പറയുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ IRDA ആണ് ഇവിടുത്തെ ഇൻഷുറൻസ് നിയമങ്ങളും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളെയും TPAസിനെയും ഇൻഷുറൻസ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് IRDA ആണ്. പിന്നെ ജനറൽ ആൻഡ് ലൈഫ് ഇൻഷുറൻസ് കൗൺസിൽ, ജനറൽ ഇൻഷുറൻസ് കൗൺസിലും ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് കൗൺസിൽ. ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ LIC, ജനറൽ ഇൻഷുറൻസ് ഈ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിന്റെയാണ് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവരും അതിന്റെ ഓരോ കാര്യങ്ങൾ, അതായത് അതിൽ അവിടെ വരുന്ന പോളിസി മാറ്റങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലും ഈ ജനറലും ലൈഫ് ഇൻഷുറൻസ് കൗൺസിൽസും ഇൻവോൾവ് ആണ്. അതുപോലെ IIB, ഇൻഷുറൻസ് ഇൻഫോർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ. IIB എന്ന് പറയുന്നത് ഡേറ്റ, നമ്മൾ മെയിൻലി ഓൾ ഇൻഷുറൻസ് ഡേറ്റ എങ്ങോട്ട് IIB-ലോട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും. അപ്പൊ ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം, അതിനൊരു സ്പെഷ്യലൈസ്ഡ് ഒരു ഓർഗനൈസേഷൻ തന്നെയുണ്ട് IIB. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, III, ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ബോംബെ. അങ്ങനെ ഇൻഷുറൻസിനെ പറ്റി പഠിപ്പിക്കുന്നതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും ലീഗൽ എൻറ്റൈറ്റീസും. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് യൂഷ്വലി നമ്മുടെ TPA എന്ന് പറഞ്ഞ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റർമീഡിയറി ആണ്. ഇപ്പൊ ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇൻഷുറൻസ് ഉള്ള ഒരാൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് എന്താണ് അസുഖം, അതിന് എത്ര എമൗണ്ട് ചെലവാകും എന്നൊക്കെ കണക്ക് കൂട്ടുന്നത് ഈ TPAs ആണ്. അപ്പൊ TPAസിൽ ഡോക്ടേഴ്സും ഉണ്ട്, അതായത് അവരുടെ ഒപ്പീനിയനും എടുക്കണം. ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണോ, അവർ ചെയ്തേക്കുന്ന രീതി കറക്റ്റ് ആണോ, ഓവർ ബില്ലിംഗ് ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ലീഗൽ എൻറ്റൈറ്റി എപ്പോഴും എന്തെങ്കിലും ഒരു ലീഗൽ പ്രോബ്ലം വരികയാണ്, അത് കസ്റ്റമറും ഓർഗനൈസേഷനും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ ഈ ലീഗൽ എൻറ്റൈറ്റീസും ആക്ട് ചെയ്യും. അപ്പൊ ഇത്രയും ഓർഗനൈസേഷൻസും മെയിൻലി നമ്മുടെ ഇൻഷുറൻസ് ഇതിന്റെ കൂടെ ഉണ്ട്, ഇൻഷുറൻസിന്റെ സ്ട്രക്ചറിന്റെ കൂടെ വരും. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻലി പറഞ്ഞു പോകുന്നത്. മെയിൻലി എന്താണ് ഹെൽത്ത്, എന്തൊക്കെയാണ് ഹെൽത്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ എന്താണ്, നമ്മുടെ ആദ്യം ഇന്ത്യയിലുള്ള ഹെൽത്ത് കെയറിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നത്. അതുപോലെ അടുത്ത് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളത്. അപ്പൊ അത് ഓരോ വർഷം വെച്ച് ആദ്യം എന്ത് വന്നു, ESI വന്നു, പിന്നെ CGHS. ESI എന്ന് പറയുമ്പോൾ ഈ എംപ്ലോയീസിനുള്ളതാണ്, CGHS സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനുള്ളതാണ്. അപ്പൊ ആ ഇതില് അവിടെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ കാണുന്നത്. അതുപോലെ ഈ മെഡിക്ലെയിം എപ്പോ വന്നു, പിന്നെ പ്രൈവറ്റ് പ്ലെയേഴ്സ് എപ്പോ വന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അത് വായിച്ചു നോക്കി അറിയാം, നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആവുന്ന കാര്യങ്ങൾ. ഒരു ഇൻഷുറൻസ് കമ്പനി മാത്രമല്ല, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഹോസ്പിറ്റൽസും അതുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണ്. പിന്നെ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ്. ഇന്റർമീഡിയറ്റ്സ് ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യുന്നത്, ഏജൻസ് ഉണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്, TPA ഉണ്ട്. TPA എന്ന് പറയുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അവരാണ് മെഡിക്കൽ ബില്ല് സ്ക്രൂട്ടനൈസ് ചെയ്ത് എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് അറിയിക്കുന്നത്. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഫൈനൽ ഡിസിഷൻ എടുക്കും, ഇത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ വേറെ കുറെ ഓർഗനൈസേഷൻസ്, IRDA, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഓർഗനൈസേഷൻസും ഇതിനൊക്കെ സഹായിക്കുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. IRDA, ജനറൽ ലൈഫ് ഇൻഷുറൻസ് കൗൺസിൽ, IIB എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഇൻഫോർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ പ്രാക്ടീഷണർ, ലീഗൽ എൻറ്റൈറ്റി. അപ്പൊ അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻലി നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ അടുത്ത സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഡോക്യുമെന്റേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസിലെ ഡേറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അപ്പം ആ ഡേറ്റയ്ക്ക് വേണ്ടി കുറെ ഡോക്യുമെന്റേഷൻ, അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെന്താന്നുള്ളത് സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കാം. ഇൻഷുറൻസ് ഡോക്യുമെന്റേഷൻ മെയിൻലി പ്രപ്പോസൽ ഫോംസ് ആണ്. പ്രപ്പോസൽ ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു ഇൻഷുറൻസ് എടുക്കാൻ വരുമ്പോൾ അയാളെ പറ്റി അയാളുടെ പറ്റിയുള്ള കാര്യങ്ങളും അയാൾക്ക് എന്ത് കവറേജ് വേണം എന്നുള്ള കാര്യങ്ങളും ഒരു ഫോമിൽ നമ്മൾ ചോദിച്ചു വാങ്ങും. അതിനെയാണ് ഈ പ്രപ്പോസൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഡെഫിനേഷൻ ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് പ്രപ്പോസൽ ഫോം എന്നുള്ളത്. എന്താണ് പ്രപ്പോസൽ ഫോമിന്റെ ഡെഫിനേഷൻ അതിലുണ്ട്. അടുത്ത എലമെന്റ്സ് ഓഫ് എ പ്രപ്പോസൽ ഫോം. എന്തൊക്കെയാണ് പ്രപ്പോസൽ ഫോമിൽ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളത്. പ്രപ്പോസേഴ്സ് നെയിം, അയാളുടെ പേര്, അഡ്രസ്സ്, കോണ്ടാക്ട് ഡീറ്റെയിൽ, പ്രൊഫഷൻ, ഓക്യുപ്പേഷൻ, ഐഡന്റിറ്റി, അയാളുടെ എന്തെങ്കിലും പ്രൂഫ്, പിന്നെ സം ഇൻഷുർഡ്, അതായത് ഇപ്പൊ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്.
അപ്പൊ അയാൾക്ക് എത്ര ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് സം ഇൻഷുർഡ് പറയുന്നത്. പ്രീവിയസ് ആൻഡ് പ്രസന്റ് ഇൻഷുറൻസ്, അയാൾക്ക് മുന്നേ ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ, അത് ഇപ്പോഴും എന്തെങ്കിലും നിലവിൽ ഒരു കവറേജ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് വെച്ച് അറിയുന്നത്. പിന്നെ ലോസ് എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് ക്ലെയിംസ് ആണ്. ക്ലെയിംസ് പറഞ്ഞാൽ അയാൾക്ക് മുന്നേ അസുഖം വന്നിട്ടുണ്ടോ, ഈ മുന്നേ ഇൻഷുറൻസ് ഉള്ളപ്പോൾ അയാൾക്ക് ആ ഇൻഷുറൻസിൽ എന്തെങ്കിലും ക്ലെയിംസ് അയാൾ ലോഡ്ജ് ചെയ്തിട്ടുണ്ടോ, അതിനെ പറ്റി ലോസ് എക്സ്പീരിയൻസ്. ഡിക്ലറേഷൻ ബൈ ദി ഇൻഷുർഡ്, ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അയാൾ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അങ്ങനെ ഇത്രയും ഒരു 8 എലമെന്റ്സ് ആണ് ഈ പ്രപ്പോസൽ ഫോമിൽ വരുന്നത്. ഇപ്പൊ പ്രപ്പോസറുടെ നെയിം, അഡ്രസ്, കോൺടാക്ട്, പ്രൊഫഷൻ, ഓക്യുപ്പേഷൻ. ഈ പ്രൊഫഷൻ, ഓക്യുപ്പേഷൻ ഇപ്പം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം റിസ്ക്. അതുപോലെ പ്രീവിയസ് പ്രസന്റ് ഇൻഷുറൻസ് വെച്ച് നമ്മൾ എത്രത്തോളം റിസ്ക് ആണ് അയാൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ഓൾറെഡി ഒരു കവറേജ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ റിസ്ക് കുറയുന്നതായിരിക്കും. പിന്നെ ലോസ് എക്സ്പീരിയൻസ്, മുന്നേ ഉള്ള അസുഖങ്ങൾ വെച്ച് നമുക്ക് നോക്കാം അയാൾക്ക് എത്ര സം ഇൻഷുർഡ് നമുക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഈ പ്രപ്പോസൽ ഫോമിൽ ഈ ക്ലയന്റ് അല്ലെങ്കിൽ കസ്റ്റമർ അയാൾക്ക് വേണ്ട കാര്യങ്ങളും അതിൽ ചോദിച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തായാലും മെൻഷൻ ചെയ്യേണ്ടതാണ്. എന്നാലേ നമുക്ക് ഈ ഇൻഷുറൻസിന്റെ റിസ്ക്കും അതുപോലെ നമുക്ക് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ഈ പ്രപ്പോസൽ ഫോംസ് റോൾ ഓഫ് ഇന്റർമീഡിയറി. അപ്പം ശരിക്കും ഇപ്പം ഏജൻസ് ആണ് പ്രപ്പോസൽ ഫോം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ആണ്, ഡയറക്റ്റ് ക്ലയന്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഇൻഷുറൻസിന്റെ റിസ്ക്കും അതിന്റെ കാറ്റഗറിയും, ഹെവി റിസ്ക് ആണോ ലോ റിസ്ക് ആണോ എന്നൊക്കെ ഉള്ളത് ഈ പ്രപ്പോസൽ ഫോം കണ്ടാല് ഇൻഷുറൻസ് കമ്പനിയിലുള്ള അണ്ടർ റൈറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് പ്രപ്പോസൽ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമ്മൾ കൊടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത്ര പ്രീമിയത്തിന് ഇത്ര ലോഡിംഗ് വേണോ അതോ ഡിസ്കൗണ്ട് കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ അണ്ടർ റൈറ്റർ ആണ്. അപ്പോൾ ഈ ഇന്റർമീഡിയറി സബ്മിറ്റ് ചെയ്യുന്ന ഇതില് എപ്പോഴും സത്യമായിട്ടുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താലേ പ്രോപ്പർ ആയിട്ടുള്ള ഇതിന്റെ പ്രീമിയവും അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷനും എടുക്കാൻ പറ്റുള്ളൂ. അതാണ് റൂൾ ഓഫ് ഇന്റർമീഡിയറി ഇവിടെ പറയുന്നത്. പിന്നെ അണ്ടർ റൈറ്റിംഗ് ഓഫ് ദ പ്രപ്പോസൽ, ഈ പ്രപ്പോസലിൽ ചോദിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നും സ്ക്രൂട്ടനൈസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ നോർമൽ ഒരു പ്രീമിയത്തിനെയും കാട്ടി കുറച്ചും കൂടെ ലോഡിംഗ് വേണമെങ്കിൽ ഇടാം. അല്ല ഇപ്പൊ വളരെ റിസ്ക് കുറഞ്ഞ ഒരാളാണ്, വേറെ അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടും വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഈ കവറേജ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്, ഇൻഷുറൻസ് ഡോക്യുമെന്റേഷന്റെ പാർട്ടാണ്. അപ്പൊ അടുത്ത പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് കവറേജിന് നമ്മൾ എന്തൊക്കെ കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ അതിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പ്രീമിയം റെസീപ്റ്റ് നമ്മൾ പ്രീമിയം വാങ്ങിച്ചതിനുള്ള തെളിവാണ്. പോളിസി ഡോക്യുമെന്റിൽ അയാളുടെ പേരും അയാളുടെ സം ഇൻഷുർഡും അയാൾക്ക് എന്തെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ നമ്മൾ കൊടുക്കില്ല, ബാക്കിയുള്ള അസുഖങ്ങൾക്കേ കവറേജ് ഉള്ളൂ എന്നൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ പോളിസി ഡോക്യുമെന്റ്. ഈ കണ്ടീഷൻസ് വാറന്റീസ് എല്ലാം അതിലുണ്ടാവും. അത് ഇന്ന കണ്ടീഷൻ ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇത്ര നാള് കഴിഞ്ഞേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അകത്തുണ്ടാവും. പിന്നെ എൻഡോസ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി പോളിസി കൊടുത്തു, പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തുണ്ട്, അതായത് അഡ്രസ് ചേഞ്ച്, നെയിം ചേഞ്ച്, അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ, സ്പെല്ലിംഗ് തെറ്റ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കമ്പനിയിൽ കൊണ്ടുവന്ന് വീണ്ടും ഒരു എൻഡോസ്മെന്റ് അടിക്കാം. അപ്പൊ ആ എൻഡോസ്മെന്റ് ആയിരിക്കും അവിടെ കൂടുതൽ ഇതുള്ളത്, അതായത് എൻഡോസ്മെന്റിലായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ വീണ്ടും മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് പോളിസി, അതൊരു ലീഗൽ ഇതിൽ പോകുമ്പോൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും പോളിസി. അപ്പൊ എല്ലാ പോളിസി വേർഡിങ്സും ആ ഒരു രീതിയിലാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും സംശയം ഈ പറയുന്ന ലീഗൽ ഫോറത്തിലൊക്കെ അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിരിക്കും. റിന്യൂവൽ നോട്ടീസ് എന്ന് പറയുന്നത് ഇപ്പൊ പോളിസി കഴിയാൻ പോകുമ്പോൾ നിങ്ങളുടെ പോളിസി അടുത്ത മാസം തീരും എന്ന് കസ്റ്റമർ അറിയിക്കുന്ന ഒരു നോട്ടീസാണ് റിന്യൂവൽ നോട്ടീസ്. ഒരു കമ്പൽസറി കാര്യമല്ല, പക്ഷെ ഒരു കമ്പനി അവരെ ജസ്റ്റ് നമ്മുടെ കസ്റ്റമർ ആയതുകൊണ്ട് അവരെ മുൻകൂട്ടി അറിയിക്കുന്നത് ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ അത് ഒരു പാർട്ട് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. പിന്നെ ആന്റി മണി ലോണ്ടറിങ് ആൻഡ് നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതായത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല് ഈ കുറെ മണി ലോണ്ടറിങ് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നതാണ്. അപ്പം ബ്ലാക്ക് മണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവും. ലൈക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഫോമും പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസും നോ യുവർ കസ്റ്റമർ, അതുകൊണ്ടാണ് നോ യുവർ കസ്റ്റമർ ഗൈഡ് ലൈൻസ് കമ്പൽസറി. ബാങ്കിലുള്ള പോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിലും കമ്പൽസറി ആണ് നമ്മൾ അറിയണം നമ്മുടെ കസ്റ്റമർ ആരാന്നുള്ളത്. അപ്പം അവരുടെ അഡ്രസ്സും അവരുടെ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ളത് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പം അതിനൊക്കെ ചാൻസസ് കൂടുതലുള്ളതാണ് ഈ മെഡിക്ലെയിമും അങ്ങനെ പല ഇൻഷുറൻസും. അപ്പം
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡോക്യുമെന്റേഷനിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതായത് മെയിൻലി എന്താണ് ഡോക്യുമെന്റേഷന്റെ ഇമ്പോർട്ടൻസ്, അതായത് ഒന്ന് മെയിൻലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിസി കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ റിസ്ക് കവർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസ്കൗണ്ടോ അങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് ഈ പ്രപ്പോസൽ ഫോം വെച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പിന്നെ എലമെന്റ്സ് ഓഫ് പ്രപ്പോസൽ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് പറയണം. പിന്നെ ഈ ഡോക്യുമെന്റേഷന്റെ ഒക്കെ അതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്, ഇന്റർമീഡിയറി ഇമ്പോർട്ടൻസ് എന്താണ്, ഏജന്റിന്റെയോ ബ്രോക്കറുടെയോ ഇമ്പോർട്ടൻസ് ഇതിൽ എന്താണ്, പിന്നെ എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ ഫോം കിട്ടുമ്പോൾ അണ്ടർറൈറ്റ് ചെയ്യുക, പിന്നെ എന്താണ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഫുൾ ഡീറ്റെയിൽസ്, പോളിസിന്റെ ടേംസും വേർഡിങ്സും ഒക്കെ കൊടുക്കുന്നതാണ് പ്രോസ്പെക്ടസ്. പിന്നെ പ്രീമിയം റെസീപ്റ്റ് ഉണ്ട്, നമ്മൾ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രീമിയം റെസീപ്റ്റ്. പിന്നെ പോളിസി ഡോക്യുമെന്റ് കൊടുക്കും നമ്മൾ കസ്റ്റമർക്ക്, അതായത് ഇന്ന സം ഇൻഷോർഡ് ആണെന്നൊക്കെ പറഞ്ഞാണ് അതിലുള്ളത്. പിന്നെ കണ്ടീഷൻസ് വാറണ്ടീസ് വെക്കും. പിന്നെ എൻഡോസ്മെന്റ്സ് എന്ന് പറയുന്നത് അഡീഷണലി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പോളിസി ഡോക്യുമെന്റ്സിന് പുറമെ എൻഡോസ്മെന്റ് നമ്മൾ ഇടും. പിന്നെ ഈ പോളിസി എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഈ ഡോക്യുമെന്റ് വെച്ചാണ് ഇന്റർപ്രിട്ടേഷൻ നടക്കുന്നത് ലീഗൽ ഫോറത്തിലും മറ്റും. റിന്യൂവൽ നോട്ടീസ് ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു കമ്പൽസറി ആയിട്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ട ഡോക്യുമെന്റ് അല്ല. പക്ഷെ നമ്മൾ നെക്സ്റ്റ് മന്ത് പോളിസി തീരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ റിന്യൂവൽ നോട്ടീസ്, അതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇത്ര ദിവസം എന്ന് പറയുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ലീഗൽ ഒബ്ലിഗേഷൻ, ദർ ഇസ് നോ ലീഗൽ ഒബ്ലിഗേഷൻ, ഇത് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ഒരു സാധനമല്ല. അപ്പം റിന്യൂവൽ നോട്ടീസ് കൊടുക്കണം എന്ന് കമ്പൽസറി അല്ല, പക്ഷെ ഒരു മാറ്റർ ഓഫ് കേർട്ടസി വെച്ചാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ മെയിൻലി അതൊക്കെയാണ് ഈ ചാപ്റ്റർ പറഞ്ഞത്. പിന്നെ ഈ പേയ്മെന്റ് ഓഫ് പ്രീമിയത്തിൽ 64 VB എന്ന് പറയും. അപ്പൊ ഇൻഷുറൻസ് ആക്ട് പ്രകാരം പ്രീമിയം എപ്പോഴും അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ഇൻഷുറൻസ് കവർ. അപ്പോൾ പ്രീമിയം എപ്പോഴും നമ്മൾ അഡ്വാൻസ് ആയിട്ട് റെസീപ്റ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. അതാണ് 64 VB, സെക്ഷൻ 64 VB ഓഫ് ഇൻഷുറൻസ് ആക്ട് 1938. അതാണ് ഈ പേയ്മെന്റ് ഓഫ് പ്രീമിയം ഇൻ അഡ്വാൻസ് എന്നുള്ള കാര്യം പറയുന്നത് സെക്ഷൻ 64 VB ഓഫ് ഇൻഷുറൻസ് ആക്ട് 1938 ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇയേഴ്സും ആക്ടും ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മൾ ഇൻഷുറൻസ് പ്രപ്പോസൽ കൊടുത്താൽ 15 ദിവസത്തിനുള്ളിൽ പ്രോസസ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. ആസ് പെർ ഗൈഡ് ലൈൻ ആൻ ഇൻഷുറൻസ് കമ്പനി ഹാസ് ടു പ്രോസസ് ആൻ ഇൻഷുറൻസ് പ്രപ്പോസൽ വിത്തിൻ 15 days. അപ്പൊ ആ ഡേയ്സ് ഒക്കെ ഇങ്ങനെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. Endorsement in the definition. If certain terms and conditions of the policy need to be modified at the time of issuance, it is done by setting out amendments through endorsement. Appo amendments aanu endorsement. Angane oruninte cheriya cheriya definitions idil kaani chapter undavum. Appo adakke important aanu. So adu second chapter adode kayinju. Ini third chapter ennu parayna insurance products ne pattiyana. എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്നുള്ളത് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. അല്ല, ആദ്യം പൈലറ്റ് പ്രോഡക്ട്സിനെ പറ്റി പറയുന്നുണ്ട്. പൈലറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് എൻഡഡ് പ്രോഡക്റ്റ് വിത്ത് എ പോളിസി ടേം ഓഫ് 1 year. അതായത് ആദ്യമേ ഒരു കമ്പനി ഡിസൈൻ ചെയ്യുന്നൊരു പ്രോഡക്റ്റ് പൈലറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് വന്നാൽ 1 വർഷ ടേം പീരീഡിൽ നമുക്കൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അതിന് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അപ്രൂവലോടുകൂടി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനത്തെ പ്രോഡക്ട്സിനെയാണ് പൈലറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ടറി പ്രോഡക്ട്സ് ആണ് ഈ പൈലറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്ട്സിന് നമുക്ക് ബേസിക്കലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഡെംനിറ്റി കവർ, ഫിക്സഡ് ബെനിഫിറ്റ് കവർ ആൻഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ഇൻഡെംനിറ്റി കവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടാവണം. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായി അതിന്റെ ആ ചെലവ് എന്താണോ അത് ഇൻഷുറൻസ് കമ്പനി നോക്കി എത്രയാണോ ക്ലെയിം കൊടുക്കേണ്ടത് കൊടുക്കുന്നതാണ് ഇൻഡെംനിറ്റി കവർ എന്ന് പറയുന്നത്. അടുത്ത ഫിക്സഡ് ബെനിഫിറ്റ് കവർ. ഫിക്സഡ് ബെനിഫിറ്റ് കവർ എന്ന് പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റൽ ക്യാഷ്, ഇപ്പൊ 5 ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നെങ്കിൽ അതിന് എത്ര ചെലവ് വന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഫിക്സഡ് ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് വെക്കുന്നത്, അതൊക്കെയാണ് ഫിക്സഡ് ബെനിഫിറ്റ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത് ഒരു അസുഖം നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസിന് മാത്രം ഉള്ളതാണ്. ഈ 2 ഫിക്സഡ് ബെനിഫിറ്റിലും ക്രിട്ടിക്കൽ ഇൽനെസ് കവറിലും നമ്മൾ എത്രയാണോ സം ഇൻഷുർഡ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്
ആ എക്സാക്ട് എമൗണ്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇൻഡെംനിറ്റി കവറിൽ എന്ന് വെച്ചാൽ നമ്മുടെ സം ഇൻഷുർഡ് ഇപ്പൊ 1 ലക്ഷം ആണെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലൈസേഷൻ ചെലവ് 50,000 60,000 ആയി. അപ്പൊ അത് നോക്കിയിട്ട് 60,000 കുറെ ഡിഡക്ഷൻ ഒക്കെ വന്നാൽ ചിലപ്പോൾ ഒരു 40,000 ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഫിക്സഡ് ബെനിഫിറ്റ് കവറും ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1 ലക്ഷത്തിന്റെ സം ഇൻഷുർഡ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ 1 ലക്ഷം മുഴുവൻ നമ്മുടെ കയ്യിൽ കിട്ടും. ഇൻഡെംനിറ്റിക്ക് അങ്ങനെയല്ല. എക്സാക്ട്ലി എന്താണോ ചെലവായത് അത് നോക്കി അതില് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ടേ നമുക്ക് ആ എമൗണ്ട് കിട്ടുള്ളൂ. ഇനി കസ്റ്റമറിനെ ബേസ് ചെയ്ത് ഇൻഡിവിജ്വൽ കവർ ഉണ്ട്, ഗ്രൂപ്പ് കവർ ഉണ്ട്, മാസ് പോളിസീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു സം ഇൻഷുർഡ് എന്നുള്ള രീതിയിൽ, ഗ്രൂപ്പ് കവറും 2 രീതിയിൽ വരാം. ഒരു ഗ്രൂപ്പ് പോളിസിയിൽ ഒരാൾക്ക് ഓരോ സം ഇൻഷുർഡും വരാം, ഫ്ലോട്ടർ സം ഇൻഷുർഡും വരാം. ഫ്ലോട്ടർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സം ഇൻഷുർഡ് ആ ഗ്രൂപ്പിലുള്ളത് മെയിൻലി ഫാമിലി ഫ്ലോട്ടർ കവേഴ്സ് ആയിരിക്കും. ഇപ്പൊ ഫാമിലിയിലെ 4 പേർക്ക് ഒരുമിച്ചൊരു 4 ലക്ഷം. അപ്പൊ ആ 4 പേർക്കും കൂടിയിട്ടാണ് ആ 4 ലക്ഷം രൂപ വരിക. ഇൻഡിവിജ്വൽ കവർ എന്ന് പറയുമ്പോൾ ഈ 4 പേർക്കും 4 ലക്ഷം രൂപ വീതം, ഒരാൾക്ക് 4 ലക്ഷം എന്നുള്ള രീതിയിൽ ആണ് ഇൻഡിവിജ്വൽ കവർ വരിക. ഗ്രൂപ്പ് ഫ്ലോട്ടർ കവർ എന്ന് പറയുമ്പോൾ മൊത്തം ആൾക്കാർക്കും കൂടി ഒരു സം ഇൻഷുർ. പിന്നെ മാസ് പോളിസീസ് ഉണ്ട്, ഗവൺമെന്റ് സ്കീം പോളിസീസ് ആണ് അതൊക്കെ. അത് ഒരു ലാർജ് സ്കെയിൽ ആൾക്കാർ, അപ്പം അങ്ങനെ മാസ് പോളിസീസിലൊക്കെ യൂഷ്വലി പ്രീമിയവും കാര്യമൊക്കെ വളരെ കുറവായിരിക്കും, ബിക്കോസ് ഒത്തിരി ആൾക്കാർ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട്. പിന്നെ IRDA ഗൈഡ് ലൈൻസ് ഓൺ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. IRDA ഇപ്പം ഓരോ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് 2020 കുറെ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ IRDA ആണ് ഈ ഇതിനെ എക്സാമിൻ ചെയ്ത് സമയാസമയങ്ങളിൽ ഇതിൽ ഗൈഡ് ലൈൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഗൈഡ് ലൈൻസ് എന്ന് കൊണ്ടുവരുന്നത്. അത് സ്റ്റാൻഡർഡൈസ് ചെയ്യും. അത് എല്ലാ IRDAയുടെ കീഴിലുള്ള എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന വേർഡിങ്സ് വേണം ഫോളോ ചെയ്യാൻ. അതായത് അല്ലാതെ ഒരു കമ്പനിക്ക് ഒരു രീതി മറ്റേ കമ്പനിക്ക് മറ്റു രീതി അങ്ങനെയല്ല. ഒരു കോമൺ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടേംസും അതുപോലെ കണ്ടീഷൻസും ഒക്കെ കോമൺ ആണ് എല്ലാ കമ്പനിയിലും. ഇറ്റ് സ്റ്റാൻഡർഡൈസ്. IRDA ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി ജനറലി പ്രോഡക്ട്സ് നോക്കുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ ഇൻഡെംനിറ്റി പ്രോഡക്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയാൽ അതിന് എന്ത് തുക ചെലവായോ അതിന് ഇൻഷുറൻസ് കമ്പനി എക്സാമിൻ ചെയ്ത് എത്ര എമൗണ്ട് ആണോ വരുന്നത് അതിന് കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ വന്നാണ് ഇൻഡെംനിറ്റി പ്രോഡക്ട്സിൽ കൊടുക്കുക. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന IP ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഡേ കെയർ വേണം. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണം. ഡേ കെയർ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ഉണ്ട്, പക്ഷെ 24 മണിക്കൂറിന് കുറവാണ്. IP ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ കൂടുതൽ. ഡേ കെയർ ഒരു 140 പ്രൊസീജിയേഴ്സ് ആണ് ഇതുവരെ IRDA റെഗുലേറ്റ് ചെയ്തേക്കുന്നത്. ഈ 140 പ്രൊസീജിയേഴ്സ് മാത്രമേ ഡേ കെയറിൽ കവേർഡ് ആവുള്ളൂ. പിന്നെ പ്രീ ആൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 30, 60, 30, 45 അങ്ങനെ പല പോളിസിലും പല രീതിയിൽ വരും. അത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ, നമ്മൾ ഹോസ്പിറ്റൽ ആയതിന്റെ ഈ 30 ദിവസം മുന്നേ ഉള്ള സമയം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഈ 60 ദിവസം ശേഷമുള്ള സമയം, ഇത് രണ്ടിന്റെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പൊ ആ ചിലവുകളും കൂടി ഈ ഒരു ഒറ്റ ക്ലെയിം ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് പേയ്മെന്റ് തരുന്നതായിരിക്കും. ഡൊമിസിലിയറി ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ വീട്ടിൽ വെച്ച് ചികിത്സ ചെയ്യുവാണെങ്കിലാണ് ഈ ഡൊമിസിലിയറി ഉള്ളത്. എല്ലാ പ്രോഡക്ട്സിലും ഇല്ല, ചില സെലക്ടഡ് പ്രോഡക്ട്സിൽ ഡൊമിസിലിയറി ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്ക്ലൂഡഡ് ആണ്. അതായത് മുന്നേ നമ്മൾ പോളിസി എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അസുഖങ്ങളുണ്ട്. എന്തെങ്കിലും അസുഖം കണ്ടുപിടിച്ചിട്ടാണ് പോളിസി എടുക്കുന്നതെങ്കിൽ അതിന് കുറെ എക്സ്ക്ലൂഷൻസ് വരും. ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ IRDA ലേറ്റസ്റ്റ് റെഗുലേഷൻ അനുസരിച്ച് പെർമനന്റ് എക്സ്ക്ലൂഷൻ ഒരു 16 അസുഖങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും, പക്ഷെ ആ പർട്ടിക്കുലർ അസുഖത്തിന് നമുക്ക് ഒരിക്കലും കവറേജ് കിട്ടില്ല. അതുപോലെ സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ചില അസുഖങ്ങൾക്ക് 2 വർഷം വെയിറ്റിംഗ് പീരീഡ്, 3 വർഷം വെയിറ്റിംഗ് പീരീഡ്, അങ്ങനെ 4 വർഷം വരെ സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങളുണ്ട്. പിന്നെ കവറേജ് ഓപ്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലി നമുക്ക് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോട്ടർ ആയിട്ട്. ഇൻഡിവിജ്വലി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സം ഇൻഷുർ, ഫ്ലോട്ട് ഒരു ഫാമിലി മൊത്തത്തിന് ഒരു സം ഇൻഷുർ. പിന്നെ ഇതിലൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, സബ് ലിമിറ്റ്സ്. അതായത് ഇപ്പൊ റൂം റെന്റിനും അതുപോലെ ICU ചാർജ്, ഇപ്പം ടോട്ടൽ സം ഇൻഷുർഡിന്റെ 1% റൂം റെന്റ് വരിക, അല്ലെങ്കിൽ ICU 2%. അതും പോളിസിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്, ചിലതിന് 2ഉം 4ഉം ഒക്കെയാണ്. പിന്നെ എയിൽമെന്റ് ക്യാപ്പിംഗ് കോമൺ ആയിട്ട് കാറ്ററാക്ട്, ഹിസ്റ്ററക്ടമി,
പിന്നെ പ്രോസ്ട്രേറ്റ്, അങ്ങനത്തെ പലതിനും എയിൽമെന്റ് ക്യാപ്പിംഗ് വെക്കും. ഈ ഒരു എമൗണ്ട് ഇപ്പൊ കാറ്ററാക്ടിന് 25,000 ആണ് എയിൽമെന്റ് ക്യാപ്പിംഗ് എങ്കിൽ 25,000 മേളിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവരുടെ ചികിത്സാ ചെലവ് 25,000 മുകളിലാണെങ്കിൽ പോലും 25,000 മുകളിൽ നമുക്ക് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ കോപ്പേ എന്ന് പറയുന്നത് ഇപ്പോ ചില പോളിസികളിൽ 10% കോപ്പേ എന്ന് വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി ഡിറ്റർമിൻ ചെയ്ത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലൈസേഷൻ നടന്നു, അതിന് ഇത്ര എമൗണ്ട് ആണ് നമ്മൾ എലിജിബിൾ, പക്ഷെ അതിന്റെ 10% കസ്റ്റമർ കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള 90% മാത്രമേ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുള്ളൂ. അതാണ് കോപ്പേ എന്ന് പറയുന്നത്. പിന്നെ ഡിഡക്റ്റബിളും സെയിം ആണ്, ഇതുപോലെ റെഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ സോൺ വൈസ് പ്രീമിയം, ഇന്ത്യനെ 4 സോണായിട്ട് ഡിവൈഡ് ചെയ്ത് പ്രീമിയം സോൺ വൈസ് ആയിട്ട് ഈ പ്രോഡക്ട്സിലെല്ലാം കാണാം. റിന്യൂവബിലിറ്റി പറയുവാണെങ്കിൽ ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി ആണ് ഏതൊരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിനും. ഒരിക്കൽ പോളിസി എടുത്ത ലൈഫ് ലോങ് റിന്യൂവബിലിറ്റി. പിന്നെ കോസ്റ്റ് ഓഫ് പ്രീ പോളിസി ഹെൽത്ത് ചെക്കപ്പ്, അത് പോളിസി അനുസരിച്ച് അല്ലെങ്കിൽ അണ്ടർ റൈറ്റിംഗ് ഓഫീസിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അസുഖമല്ല ഇത്ര വയസ്സിന് മുകളിലുള്ളവരെ പ്രീ പോളിസി ചെക്കപ്പ് എടുക്കണം എന്നുണ്ട്. അപ്പൊ ആ കോസ്റ്റിന്റെ 50% ചില പോളിസികളിൽ പോളിസി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ മെറ്റർണിറ്റി കവർ എല്ലാ പോളിസിയിലും ഇല്ല, അതിലും ഈ പറയുന്ന പോലെ ക്യാപ്പിംഗ് വെച്ചിട്ടുള്ള കവറേജും ഉണ്ട്, കണ്ടീഷൻസും ഉണ്ട്. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ പലപ്പോഴും ഈ പോളിസിയുടെ ആഡ് ഓൺ ആയിട്ട് വരും. അതായത് ഈ ഒരു നോർമൽ പോളിസിയുടെ കൂടെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് കവറും കൂടെ വരും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് പ്രകാരമുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ ഈ ടോട്ടൽ എമൗണ്ട്, അതിന്റെ സം ഇൻഷുർ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് സം ഇൻഷുർ, അതും എല്ലാ പോളിസിയിലും ഇല്ല. ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് മേലെ ക്ലെയിം പോയി നമ്മുടെ മുഴുവൻ സം ഇൻഷുർ എക്സോസ്റ്റഡ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ സം ഇൻഷുർ റീഇൻസ്റ്റേറ്റ്മെന്റ് ചെയ്ത് കിട്ടും ആ ഒരു പോളിസി പീരീഡിലേക്ക്. അതൊക്കെ എല്ലാ പോളിസിയിലും ഇല്ല എന്നാൽ ചില പോളിസി, പക്ഷേ ഇൻഡെംനിറ്റി പ്രോഡക്ട്സിൽ യൂഷ്വലി വെക്കുന്ന കണ്ടീഷൻസ് ആണ്. പിന്നെ ആയുഷ് കവറേജ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ അങ്ങനത്തെ കവറേജ്. യൂഷ്വലി ആയുർവേദ, ഹോമിയോ ആണ് മോസ്റ്റ്ലി കവേർഡ് ആയി പോകുന്നത്. പിന്നെ വാല്യൂ ആഡഡ് കവേഴ്സ് പലതും ഉണ്ട്. പിന്നെ ടോപ്പ് സൂപ്പർ ടോപ്പ് അപ്പ് കവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇൻഡെംനിറ്റി ഇതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് പല പ്രോഡക്ട്സിൽ കാണുന്ന കാര്യങ്ങളാണ്. ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ബേസ് പോളിസി ഉള്ളപ്പോൾ അതിന് മേലെ നമുക്ക് സം ഇൻഷുർ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ബേസ് പോളിസിയുടെ സം ഇൻഷുർ എക്സോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു ടോപ്പ് അപ്പ് കവറിലെ സം ഇൻഷുർ എടുക്കാം. ഇനി സൂപ്പർ ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പോളിസി വേണം എന്നില്ല, ഓൾറെഡി ഒരു കവറേജ് വേണം എന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ പറയും നമ്മളൊരു 2 ലക്ഷം രൂപ വരെയുള്ള എന്ത് ചെലവ് നമ്മൾ വഹിച്ചോളാം എന്നുള്ള രീതിയിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ഒരു ത്രെഷോൾഡ് വാല്യൂ വെക്കും. അപ്പൊ അതിന് മേളിൽ ചികിത്സ ചെലവ് പോവുകയാണെങ്കിൽ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസീസ് നമുക്ക് എടുക്കാം. അപ്പൊ അതാണ് ടോപ്പ് അപ്പ് പോളിസിയും സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയും വ്യത്യാസം. ടോപ്പ് അപ്പ് പോളിസിക്ക് എപ്പോഴും ഒരു ബേസ് ഓൾറെഡി ഒരു ഇൻഷുറൻസ് കവറേജ് വേണം. സൂപ്പർ ടോപ്പ് പോളിസിക്ക് അങ്ങനെ കവറേജ് വേണം എന്നൊന്നും നിർബന്ധമില്ല. പിന്നെ സീനിയർ സിറ്റിസൺ പോളിസി നമ്മുടെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പോളിസീസ് ആണ്. എല്ലാ കമ്പനീസിലും കോമൺ ആയിട്ട് കാണുന്നതാണ് സീനിയർ സിറ്റിസൺ പോളിസി. അതിന് പ്രീമിയം കുറച്ച് അതിനനുസരിച്ചുള്ള റിസ്ക് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ, അങ്ങനെയാണ് പ്രീമിയം പോകുന്നതും കാര്യമില്ല. പിന്നെ ഫിക്സഡ് ബെനിഫിറ്റ് കവേഴ്സ് നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റൽ ക്യാഷും ക്രിട്ടിക്കൽ. അവിടെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ 5 ദിവസത്തിന് കൂടുതൽ നിൽക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മൾ സം ഇൻഷുർഡ് എത്രയാണോ ഫിക്സ് ചെയ്ത് ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ തരും. അല്ല ക്രിട്ടിക്കൽ ഇൽനെസ് ഈ ഒരു ലിസ്റ്റിലുള്ള ഏതെങ്കിലും ക്യാൻസർ പോലത്തെ ഏതെങ്കിലും ക്രിട്ടിക്കൽ ഇൽനെസ് നമുക്ക് വന്നു, അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്ത സം ഇൻഷുർഡ് 1 lakh ആണെങ്കിൽ ആ 1 lakh തുക നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ലോങ് ടേം ഇൻഷുറൻസ് ഉണ്ട്, അത് വിഡ്രോൺ പ്രോഡക്റ്റ്, ഭവിഷ്യ ആരോഗ്യ പോളിസി. നമ്മൾ ഈ LICയിലൊക്കെ ഈ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ, അങ്ങനത്തെ ഒരു പ്ലാനാണ് ഈ ഭവിഷ്യ ആരോഗ്യ. അത് വിഡ്രോൺ പ്രോഡക്റ്റ്, എന്നാലും ഒരു അക്കാഡമിക് സേക്ക് പറയുന്നതേ ഉള്ളൂ. പിന്നെ കോംബി പ്രോഡക്ട്സ് ഉണ്ട്, അതായത് ലൈഫും നോൺ ലൈഫും കൂടെ കമ്പൈൻ ചെയ്ത പ്രോഡക്ട്സ് ഉണ്ട്. പാക്കേജ് പോളിസീസ് ഉണ്ട്. പാക്കേജ് പോളിസി ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് മാത്രമല്ല, ഇപ്പം വേറെ കുറെ കവറേജ് ഒരുമിച്ചുള്ള ആയിരിക്കും. അത് PA, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ അങ്ങനെ പല പല ഇൻഷുറൻസ് കവർ എല്ലാം കൂടി വരുന്നതിന് പാക്കേജ് പോളിസീസ്. അതൊക്കെ സ്പെഷ്യൽ അപ്രൂവൽ വേണ്ടതാണ്. പിന്നെ മൈക്രോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ ഗ്രാമീണ മേഖലയിലുള്ള ആൾക്കാരെയൊക്കെ ഉദ്ദേശിച്ചാണ് മൈക്രോ ഇൻഷുറൻസ് വരുന്നത്. അവിടെയൊക്കെ പ്രീമിയം വളരെ കുറവായിരിക്കും. അതിൽ വളരെ ഏറ്റവും ജൻ ആരോഗ്യ ഭീമ പോളിസി, യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, അങ്ങനെ പലതും ഈ മൈക്രോ ഇൻഷുറൻസിന്റെ എക്സാമ്പിളാണ്. ജൻ ആരോഗ്യ ഭീമ, യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. പിന്നെ ഇതിന്റെയൊക്കെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കും RSBY,
രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, അത് BPL കാർക്കുള്ളതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെയും ഒരു പ്രോജക്റ്റ് ആണ്. പിന്നെ PMSBY പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, PMJDY പ്രധാനമന്ത്രി ജൻധൻ യോജന, ഇതൊക്കെ മാസ് സ്കീംസ് ആണ്. നേരത്തെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ കവേർഡ് ആവുന്നതാണ്. അതുപോലെ വളരെ പ്രീമിയം വളരെ കുറവും, പിന്നെ BPL കാരെയും ഗ്രാമീണ മേഖലയൊക്കെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗം തന്നെയാണ് ഈ പേഴ്സണൽ ആക്സിഡന്റ് പോളിസി. എന്തെങ്കിലും ആക്സിഡന്റ് വരുമ്പോൾ ഉള്ള കവറേജ് PA പോളിസിയിൽ. OMP എന്ന് പറയുന്ന ഓവർസീസ് മെഡിക്ലെയിം പോളിസി. നമ്മൾ വിദേശത്ത് യാത്ര പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ OMP പോളിസി വേണം. അപ്പോൾ വിദേശത്ത് വെച്ച് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഈ പോളിസിയിൽ കവേർഡ് ആണ്, ഓവർസീസ്. പിന്നെ GMP എന്ന് പറഞ്ഞ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസി. ഈ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസി മെയിൻലി നമ്മൾ എന്തെങ്കിലും ഓഫീസുകൾക്കും IT ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എംപ്ലോയർ ആയിരിക്കണം അവിടെ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസീസിൽ വരേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസി. പിന്നെ അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള PPN, പ്രിഫേർഡ് പ്രൊവൈഡർ നെറ്റ്വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽസിനെയാണ്. PPN എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ആണ്. ഈ ഹോസ്പിറ്റൽസുമായിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു ടൈപ്പ് കാണും. അപ്പൊ അവരുമായിട്ട് ഈ റേറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്ത് ആയിരിക്കും മുന്നോട്ട് പോവുക. അപ്പം ഈ PPN ഹോസ്പിറ്റൽസിൽ കേരളത്തിൽ ഇപ്പൊ നിലവിലില്ല, പക്ഷെ PPN ഹോസ്പിറ്റൽസിൽ വേറെ സ്ഥലത്തൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഹോസ്പിറ്റൽസ് ടൈപ്പ് ഉണ്ടാവും. അപ്പോ ആ ഹോസ്പിറ്റൽസിന്റെ റേറ്റ്സ് എല്ലാം ഇൻഷുറൻസ് കമ്പനി ഫിക്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പം ഈ പെർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനീന്റെ ഒരു കസ്റ്റമർ അവിടെ ട്രീറ്റ്മെന്റിന് പോവുകയാണെങ്കിൽ ഇവര് തമ്മിൽ നിശ്ചയിച്ച തുകയ്ക്ക് മുകളിൽ ഹോസ്പിറ്റലിൽ ഈടാക്കാൻ പാടില്ല. അപ്പം ഈ ഒരു എമൗണ്ട് മാത്രമേ, അപ്പം അങ്ങനെ ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഈ ചികിത്സയുടെ കോസ്റ്റ് കട്ടിങ് അവിടെ ഉണ്ടാവും. പിന്നെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരും ഒരു സെപ്പറേറ്റ് എൻറ്റൈറ്റി ആണ്, ഇൻഷുറൻസ് കമ്പനിയുടെ കീഴിലുള്ളതാണ്. അപ്പൊ അവർ ഈ ഹോസ്പിറ്റലിൽ പാർട്ടി അഡ്മിറ്റ് ആവുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് സപ്ലൈ ചെയ്യുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതുപോലെ അവരാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് ഈ ക്ലെയിം, ഈ പേപ്പേഴ്സ് എല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന അവരാണ്. മെഡിക്കൽ പേപ്പേഴ്സ് ആയാലും ബില്ലായാലും അവരാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണോ ചെയ്തതെന്നും അതുപോലെ എമൗണ്ട് കറക്റ്റ് ആണോ എന്നൊക്കെ അവരാണ് സ്ക്രൂട്ടനൈസ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിനെ അറിയിക്കുന്നത്. പിന്നെ ഫ്രീ ലുക്ക് പീരീഡും ഗ്രേസ് പീരീഡ് ഉണ്ട്. അതിന്റെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീ ലുക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ 15 ദിവസവും ഗ്രേസ് പീരീഡ് 30 ദിവസമാണ്. ഫ്രീ ലുക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു, 15 ദിവസത്തേക്ക് അയാൾക്ക് 15 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ ഈ പോളിസി അയാൾക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് ഈ ഫ്രീ ലുക്ക് പീരീഡ്. അപ്പോ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾക്ക് 15 ദിവസമേ ഉള്ളൂ. ഇയാള് ഒരു പോളിസി എടുത്തു കഴിഞ്ഞ് ഇപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ച് ഈ പോളിസി കൊടുക്കാം. ഓക്കെ, ഇപ്പം ക്ലെയിം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പ്രീമിയം റീഫണ്ട് വിൽ ബി അവൈലബിൾ ഓൺലി ഇഫ് നോ ക്ലെയിംസ് ഹാസ് ബീൻ മെയ്ഡ് ഓൺ ദ പോളിസി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫ്രീ ലുക്ക് പീരീഡ്. അടുത്ത ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ 30 ദിവസം. അതും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് IRDA കൊണ്ടുവന്ന ഒരു ഗൈഡ് ലൈൻ ആണ്. 30 ദിവസം ഗ്രേസ് പീരീഡ് റിന്യൂവലിന് അലോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ റിന്യൂവൽ ഡേറ്റ് മറന്നുപോയി 30 ദിവസത്തിനുള്ളിൽ പ്രീമിയം അടച്ചാലും നമുക്ക് കണ്ടിന്യൂസ് കവറേജ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് രണ്ടുമാണ് ഫ്രീ ലുക്ക് പീരീഡ് 15 ദിവസം, ഗ്രേസ് പീരീഡ് 30 ദിവസം. അതൊക്കെയാണ് ഇതിൽ കൂടുതൽ നമ്മൾ ഡേയ്സ് അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ബേസിക്കലി നമ്മൾ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട്, അതിന്റെ ഒക്കെ ഒരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്. അത് നമ്മൾ പൈലറ്റ് പ്രോഡക്ട്സിനെ പറ്റി പഠിച്ചു, ജസ്റ്റ് ഇൻട്രൊഡക്ടറി പ്രോഡക്ട്സ് ആണ്. പിന്നെ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ് ഉള്ളത്, പിന്നെ കസ്റ്റമറിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് പ്രോഡക്ട്സ് വരുന്നത്, IRDA എന്തൊക്കെ സ്റ്റാൻഡർഡൈസേഷൻ, അത് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ജനറലി IRDA ഗൈഡ് ലൈൻസ് എല്ലാം ലേറ്റസ്റ്റ് 2020 വന്നിരിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെന്റ് വന്നിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് പ്രോഡക്ട്സ്, ഹോസ്പിറ്റൽ ഇൻഡെംനിറ്റി പ്രോഡക്ട്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ സൂപ്പർ ടോപ്പ് എന്താണ്, ടോപ്പ് എന്താണ്, സീനിയർ സിറ്റിസൺ പോളിസി, ഫിക്സഡ് ബെനിഫിറ്റ് കവർ, ലോങ് ടേം ഇൻഷുറൻസ്, കോംബി പ്രോഡക്റ്റ്, പാക്കേജ് പ്രോഡക്റ്റ്, മൈക്രോ ഇൻഷുറൻസ്, പിന്നെ ഈ പറഞ്ഞ മാസ് പ്രോഡക്ട്സ്, അതായത് RSBY, PMSBY, PMJDY അങ്ങനത്തെ എല്ലാം. പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് ആണ് PA പോളിസി, OMP ഓവർസീസ് മെഡിക്ലെയിം, ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസി, പിന്നെ കീ ടേംസ് എന്തൊക്കെയാണെന്നാണ്. പിന്നെ ഫ്രീ ലുക്ക് പീരീഡും ഗ്രേസ് പീരീഡും. ഫ്രീ ലുക്ക് 15 ദിവസവും ഗ്രേസ് പീരീഡ് 30 ദിവസമാണ്.
അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് അണ്ടർ റൈറ്റിംഗ് ആണ്. അതിൽ മെയിൻലി പറയുന്നത് അപ്പം എന്താണ് അണ്ടർ റൈറ്റിംഗ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഡോക്യുമെന്റ്സ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പ്രപ്പോസൽ ഫോം ഇൻഷുറൻസ് കമ്പനിക്ക് ഏജന്റ് വഴിയോ ബ്രോക്കർ വഴിയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടോ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്. അണ്ടർ റൈറ്റേഴ്സ് സ്പെസിഫിക്കലി ആ പ്രപ്പോസൽ ഫോം എക്സാമിൻ ചെയ്ത് അതിന്റെ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് അതിൽ വേണ്ട ആ പ്രീമിയത്തിൽ വേണ്ട ലോഡിംഗ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ആണ് നമുക്ക് പ്രീമിയം പറഞ്ഞു തരുന്നതും പോളിസി ഡോക്യുമെന്റ് നമുക്ക് തരുന്നതും. അപ്പൊ ഈ എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതാണ് അണ്ടർ റൈറ്റിംഗ്. Underwriting is the process of assessing the risk appropriately and deciding the terms on which insurance cover is to be granted. It is a process of risk selection and risk pricing. അപ്പം നമ്മൾ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും അതുപോലെ എത്ര പ്രീമിയം കൊടുക്കണം, ഹൈ റിസ്ക് ആണെങ്കിൽ എത്ര ലോഡിംഗ് ചെയ്യണം, ഇതെല്ലാം അണ്ടർ റൈറ്റിംഗ് വഴിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രപ്പോസൽ ഫോമിൽ പ്രീവിയസ് ഇൽനെസ് ഉണ്ട്, പ്രീവിയസ് ക്ലെയിംസ് ഉണ്ട്, അങ്ങനെയൊക്കെ കാണിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് റിസ്ക് കൂടും. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ റിസ്കിന്റെ പ്രൈസിങ്ങും കൂടും. ചിലപ്പോൾ ഈവൻ റിജക്ട് വരെ ചെയ്യും പ്രപ്പോസൽ. അത് അണ്ടർ റൈറ്റർ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ അണ്ടർ റൈറ്റിംഗ് ഇസ് എ പ്രോസസ് ഓഫ് റിസ്ക് സെലക്ഷൻ ആൻഡ് റിസ്ക് പ്രൈസിങ്. റിസ്കിനെ സെലക്ട് ചെയ്യുന്നതും ആ സെലക്ട് ചെയ്ത റിസ്കിനെ പ്രൈസ് ചെയ്യുന്നതുമാണ് അണ്ടർ റൈറ്റിംഗ്. അടുത്ത മെയിൻലി ടൂൾസ് ഓഫ് അണ്ടർ റൈറ്റിംഗ്. എന്തൊക്കെയാണ് അണ്ടർ റൈറ്റിംഗിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ടൂൾസ് ഓഫ് അണ്ടർ റൈറ്റിംഗ് നമ്മൾ ഈ കൊടുക്കുന്ന പ്രപ്പോസൽ ഫോമിലുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് മെയിൻലി നമ്മൾ അതിനെ വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ അണ്ടർ റൈറ്റ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ആളുടെ ഏജ്, ജെൻഡർ, പിന്നെ ഹാബിറ്റ്, ഓക്യുപ്പേഷൻ, ഫാമിലി ഹിസ്റ്ററി, പാസ്റ്റ് ഇൽനെസ് ഓർ സർജറി, കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ്, എൻവയോൺമെന്റ്, റെസിഡൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് അണ്ടർ റൈറ്റിംഗ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും അതുപോലെ പ്രൈസിങ് നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ ഹോൾ പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ ഈ മൊത്തം പ്രോസസ്സിന് അണ്ടർ റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സ് എടുക്കുവാണെങ്കിൽ മെഡിക്കൽ അണ്ടർ റൈറ്റിംഗും നോൺ മെഡിക്കൽ അണ്ടർ റൈറ്റിംഗും ഉണ്ട്. ഇപ്പൊ മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സ്റ്റാറ്റസും കാര്യമൊക്കെ നോക്കി അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് ഈ മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് എയിൽമെന്റ്സ്, അസുഖങ്ങൾ കാണുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലോഡിംഗ് അതിൽ വരും. അപ്പൊ അതിന്റെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയും. പിന്നെ അതുപോലെ നമ്മൾ അണ്ടർ റൈറ്റിംഗ് റിസ്ക് എന്ന് പറയുന്നത് അക്സെപ്റ്റ് റിസ്ക് അറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് കാണും, അതിനെ ആ ഒരു റേറ്റിൽ തന്നെ അണ്ടർ റൈറ്റേഴ്സിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോഡിംഗ് വെച്ച് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ്പോണ്ട് ചെയ്യാം. ഇപ്പൊ ചില കവറേജ് ഒരു പാൻഡമിക് ഇപ്പൊ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നടക്കുന്ന ഒരു സമയത്താണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ ആ പോളിസി കൊടുത്ത് എന്തായാലും ക്ലെയിംസ് വരും, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ പോസ്റ്റ്പോണ്ട് ചെയ്യാം. അതിന് പോസ്റ്റ്പോൺ ദി കവർ ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ടേം, അല്ലെങ്കിൽ ഒരു ടേം വെച്ചിട്ട് നമുക്ക് അതിനെ കവർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡിക്ലൈൻ ദ കവർ. ചില വളരെ റിസ്കി ആണെങ്കിൽ നമുക്ക് കവറേജ് വേണ്ടാന്ന് തന്നെ തീരുമാനിക്കാം. പിന്നെ കോപ്പേ നമുക്ക് ഇമ്പോസ് ചെയ്യാം, അങ്ങനെ എക്സ്ക്ലൂഷൻസ് വെക്കാം. അങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സ്. അപ്പൊ അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സിൽ ആദ്യം നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രപ്പോസൽ ഫോമിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്ത് മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് ചെക്കപ്പ് റിപ്പോർട്ടും വേറെ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ നോൺ മെഡിക്കൽ ആണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് നേരിട്ട് അതിലോട്ട് റിസ്കിനെ ക്ലാസിഫൈ ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാൻഡേർഡ് റിസ്ക് ആണോ എന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡ് റേറ്റ്സിൽ എടുക്കാം. കുറഞ്ഞ റിസ്ക് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡിസ്കൗണ്ട്സ് കൊടുക്കാം, അല്ല കൂടിയ റിസ്ക് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലോഡിംഗ് കൊടുക്കാം. അപ്പൊ ഇത്രയും ഹോൾ പ്രോസസ്സിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസീസും അതുപോലെ OMP, PA അങ്ങനെ ഓരോന്ന് അണ്ടർ റൈറ്റ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിക്കും. ഇപ്പൊ ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസി ആണെങ്കിൽ നമ്മൾ ആ എംപ്ലോയീസിന്റെ ജോലി, അവരുടെ
അവരെന്താണ് അവർ ജോലി ചെയ്യുന്നത്, അവരുടെ റിസ്ക് എന്താണെന്നുള്ളത് നോക്കും, ഏജ് ഗ്രൂപ്പ് നോക്കും എംപ്ലോയീസിന്റെ, പിന്നെ ജെൻഡർ നോക്കും. അങ്ങനെ പല കാര്യങ്ങളും ഗ്രൂപ്പ് മെഡിക്ലെയിം പോളിസിയിൽ നോക്കും. OMP ആണെങ്കിൽ നമ്മൾ എവിടെയാണ്, ഏത് രാജ്യത്തോടാണ് അവര് ട്രാവൽ ചെയ്യുന്നത്, എത്ര നാളത്തേക്കാണ് അവിടെ ഉണ്ടാവുക, അങ്ങനത്തെ പല കാര്യങ്ങളും നോക്കും. PA പോളിസി ആണെങ്കിൽ വീണ്ടും ജോബ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിസ്ക് നമ്മൾ കൊടുക്കും. പിന്നെ റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, കോ ഇൻഷുറൻസും റീ ഇൻഷുറൻസും. അത് ഒരു കമ്പനിയിൽ നമ്മൾ മെയിൻലി ഇൻഷുറൻസ് കമ്പനി റിസ്കിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരും റിസ്കിലാണ് പെടുന്നത്. അപ്പൊ അവരുടെ റിസ്കിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത് കോ ഇൻഷുറൻസും റീ ഇൻഷുറൻസും ആണ്. അപ്പൊ അതിൽ കോ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ഓഫ് എ റിസ്ക് ബൈ മോർ ദാൻ വൺ ഇൻഷുറർ. അപ്പൊ 2-3 ഇൻഷുറൻസ് കമ്പനി, വലിയൊരു റിസ്ക് ആണെങ്കിൽ 2-3 ഇൻഷുറൻസ് കമ്പനി ഷെയർ ചെയ്യും, പ്രീമിയം ക്ലെയിംസും അവർ ഷെയർ ചെയ്യും. അതിന് കോ ഇൻഷുറൻസ് എന്ന് പറയുന്നു. റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് കമ്പനി പോലെ തന്നെ റീ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. നമ്മൾ ഇൻഷുറൻസ് കമ്പനീനെ ഇൻഷുർ ചെയ്യുന്നതാണ് റീ ഇൻഷുറൻസ്. അപ്പൊ നമ്മളെ നമ്മളൊരു റിസ്ക് എടുക്കുകയാണെങ്കിൽ ആ റിസ്കിന് നമുക്കൊരു റീ ഇൻഷുർ ചെയ്യാം, വേറൊരു റീ ഇൻഷുറൻസ് കമ്പനി ആയിട്ട് ഇൻഷുറൻസ് ചെയ്യാം നമുക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക്. അങ്ങനെയാണ് റിസ്ക് ട്രാൻസ്ഫർ നടക്കുന്നത്, കോ ഇൻഷുറൻസും റീ ഇൻഷുറൻസും. അപ്പൊ ഈ ചാപ്റ്ററിൽ മെയിൻലി വായിച്ചു നോക്കി നമുക്കറിയാം അണ്ടർ റൈറ്റിംഗ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ വേണം ഒരു അണ്ടർ റൈറ്റർക്ക് പ്രോപ്പർ ഒരു ഡിസിഷൻ എത്താൻ, ആ ഒരു ഹോൾ പ്രോസസ് എന്താണ്, പിന്നെ ഒരു ടൈപ്പ് ഓഫ് പോളിസി അണ്ടർ റൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, പിന്നെ റിസ്ക് ട്രാൻസ്ഫർ, കോ ഇൻഷുറൻസും റീ ഇൻഷുറൻസും. അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലെയിംസ് ആണ്. അപ്പൊ ക്ലെയിംസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡോക്യുമെന്റ് ചെയ്യും, എങ്ങനെയാണ് ക്ലെയിംസ് ഉണ്ടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഇവിടെ നമ്മൾ ക്ലെയിംസ് നോക്കുകയാണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ക്ലെയിംസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഇൻഷുറൻസ് കമ്പനിയാണ് വരിക. പിന്നെ കസ്റ്റമർക്കാണല്ലോ ക്ലെയിം വരുന്നത്. അപ്പൊ കസ്റ്റമർ അതിൽ ഇൻവോൾവ് ആണ്. അണ്ടർ റൈറ്റേഴ്സ്, ഈ റിസ്ക് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ TPS, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റെഗുലേറ്റേഴ്സ്, പിന്നെ ഹോസ്പിറ്റൽസ്, ഏജന്റ്സ്, ബ്രോക്കേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ഒരു ക്ലെയിമില്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ക്ലെയിം പ്രോസസ്സിൽ ഇത്രയും ആൾക്കാർ ഇൻവോൾവ് ആണ്. ഇൻഷുറൻസ് കമ്പനി, അണ്ടർ റൈറ്റർ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, റെഗുലേറ്റർ, ഹോസ്പിറ്റൽ, ഏജന്റ്സ്, കസ്റ്റമർ. അങ്ങനെ ഏഴ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഒരു ക്ലെയിംസിൽ വരുവാണെങ്കിൽ. അത് ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്ത ക്ലെയിം പ്രോസസ്സ് ഹെൽത്ത് ഇൻഷുറൻസിന് നേരത്തെ പറഞ്ഞ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ലോഡ്ജ് ചെയ്യാണ് ഒരു ക്ലെയിം. അതിന് രണ്ട് രീതിയിൽ, ക്യാഷ്ലെസ് ആയിട്ടും റീഇംബേഴ്സ്മെന്റ് ആയിട്ടും പോകും. ക്യാഷ്ലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ TP അല്ലെങ്കിൽ ഓഫീസിനെ അറിയിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അറിയിക്കുന്നതായിരിക്കും. അതിന്റെ ബേസിൽ എന്ത് അസുഖത്തിനാണ് അഡ്മിറ്റ് ആവുന്നതെന്ന് ഹോസ്പിറ്റൽ ഈ TPS അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കും. അപ്പൊ അവര് അതിനെ നോക്കിയിട്ട് ഇത്ര ചെലവാകും എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യൽ അപ്രൂവൽ കൊടുക്കും. പിന്നെ ഹോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഫൈനൽ ബില്ല് കൊടുക്കുമ്പോൾ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് എമൗണ്ട് നോക്കി കൊടുക്കേണ്ട എമൗണ്ട് അവർ പ്രോസസ് ചെയ്ത് കൊടുക്കും. റീഇംബേഴ്സ്മെന്റ് ക്ലെയിംസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റലിൽ ചെലവിനുള്ള പൈസ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഡോക്യുമെന്റ്സും ക്ലെയിം ഫോംസും എല്ലാമായിട്ട് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ TPക്ക് സബ്മിറ്റ് ചെയ്യും. TP അത് നോക്കി നമ്മൾക്ക് എന്താണോ ചെലവായത് അതിനൊക്കെ നോക്കി നമുക്ക് തരുന്നത്. അപ്പം ക്യാഷ്ലെസ് ആവുമ്പോൾ നമ്മൾ നേരിട്ട് ഹോസ്പിറ്റലിലാണ് കൊടുക്കുക, റീഇംബേഴ്സ്മെന്റ് ആവുമ്പോൾ കസ്റ്റമറുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത ക്ലെയിം മാനേജ്മെന്റ് ഉണ്ട്. ക്ലെയിം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഫ്രോഡുലന്റ് ക്ലെയിംസ് ഒക്കെ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ് ഹോസ്പിറ്റൽസിന്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കും, അത് ഫ്രീക്വന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരം ക്ലെയിംസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫ്രീക്വന്റ് എയിൽമെന്റ് അവിടെ സ്ഥിരം പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്ഫുൾ കാര്യങ്ങൾ കാണാം. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും തിരുത്തും ഇതൊക്കെ ഉണ്ടോ ഈ ഡിസ്ചാർജ് സമ്മറിൽ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നോക്കി ഫ്രോഡുലന്റ് ക്ലെയിംസിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം നോർമൽ ക്ലെയിംസുമായിട്ട്. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അടുത്ത ഡോക്യുമെന്റേഷൻ. ഈ ക്ലെയിംസിന്റെ ഒക്കെ നേരത്തെ നമ്മൾ പ്രപ്പോസൽ ഫോം ഡോക്യുമെന്റ് ചെയ്ത പോലെ തന്നെ ക്ലെയിംസ് എല്ലാം ഡോക്യുമെന്റഡ് ആയിരിക്കും. അപ്പൊ ആ ക്ലെയിംസ് ഹിസ്റ്ററി ഡോക്യുമെന്റ് ചെയ്താൽ നമുക്ക് അടുത്ത വർഷം ഇവര് പുതുക്കാൻ വരുമ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ഇവര് ഇനി എന്തെങ്കിലും ലോഡിംഗ് വേണോ, അല്ലെങ്കിൽ ഇനി നമുക്ക് ഈ ഫർദർ ഈ പോളിസി കൊണ്ടുപോകണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ക്ലെയിം ഡോക്യുമെന്റേഷന്റെ ബേസിസിലുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ടാണ്. പിന്നെ TPS എന്താണെന്നുള്ളത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവർ 2001 IRDA റെഗുലേഷനിലാണ് വന്നത്. അപ്പം any person who is licensed under IRDA regulation 2001 by the authority and is engaged for a fee or remuneration by an insurance company
ഫോർ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഹെൽത്ത് സർവീസ്. ഇതാണ് IRDA ആണ് ഈ TPSനെയും ഗൈഡ് ചെയ്യുന്നതും. അവരുടെ അതോറിറ്റിയും IRDA ആണ്. IRDA സെപ്റ്റംബർ 2001 റെഗുലേഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് റെഗുലേഷൻസിലാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ആ ഫുൾ ഫോം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ കോൾ സെന്റേഴ്സ് കാണും, അതുപോലെ മെഡിക്കൽ ടീം കാണും, അവിടെയും അക്കൗണ്ട്സ് ടീം കാണും. അപ്പൊ മെഡിക്കൽ ടീം മെഡിക്കൽ സ്ക്രൂട്ടിനി നടത്തും, അക്കൗണ്ട്സ് ടീം ആ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് ഫൈനലി ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻലി ആ ലാസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോ അതുപോലെ നമ്മളെ ഹോസ്പിറ്റൽസിന് അത് TPSനാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസിന് ഡിസീസ് വൈസ് ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ TPSന് കിട്ടിക്കഴിഞ്ഞാൽ അവര് അത് ഡോക്യുമെന്റേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്ഥിരമായിട്ട് എന്ത് അസുഖത്തിന് ക്ലെയിം കിട്ടുന്നു. അപ്പം TPSന്റെ ഈ ഡോക്യുമെന്റേഷൻ കാണാം. അവര് ഈ ക്ലെയിം പ്രോസസ്സിങ്ങും ഡോക്യുമെന്റേഷനും ഒക്കെ TPSന്റെ ഫംഗ്ഷൻ ആണ്. സോ അപ്പൊ അത്രേ ഉള്ളൂ. ഈ ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്കഷൻ അവിടെ നടന്നത്. ഡീറ്റെയിൽ ആയിട്ട് ആ ഓരോ ചാപ്റ്ററും വായിച്ചു നോക്കിയാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ ഹെഡിങ്സിന്റെ ഒക്കെ എന്താന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. എനിവേ താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ്.